വിഴിഞ്ഞത്തും നീണ്ടകരയിലുമൊക്കെ കടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ നടക്കുമ്പോൾ കാത്തിരുന്ന് കണ്ണീർ പറ്റിയ ഒരു അമ്മയും അച്ഛനുമുണ്ട് കൊല്ലത്ത്. 2023 മെയ് മാസത്തിൽ വിനോദത്തിനായി കടലിൽ പോയതാണ് ഇരവിപുരം സ്വദേശികളായ നെൽസൺ ബിന്ദു ദമ്പതികളുടെ 15 വയസ്സുള്ള മകൻ. അന്ന് കാണാതായ മകനെ ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്തായിരുന്നു ചേട്ടാ 3 വർഷം മുമ്പ് നടന്ന സംഭവം? മെയ് മാസം 26-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു. 2 മണിക്കാണ് എൻ്റെ കുഞ്ഞിനെ ഇവിടുന്ന് കാണാതെ പോകുന്നത്. അവന്മാർ വിളിച്ചിട്ട് പോയതാണ്. തള്ളയ്ക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട്. ഷുഗറിൻ്റെ ഗുളികയും കഴിച്ച് 2 അപ്പവും ചുട്ട് കൊടുത്തിട്ട് കുഞ്ഞിന് ഇവിടെ കളിച്ചിട്ടിരിക്കുകയായിരുന്നു. അവന്മാർ കൂട്ടുകാരന്മാരൊന്ന് വിളിച്ചിട്ട് പോയതാണ്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ജോലിക്ക് പോയിരുന്നതാണ്. കൂട്ടുകാരന്മാരെല്ലാവരെയും വീട്ടിൽ ചെന്ന് തിരക്കിട്ടും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ പരിസരത്തെല്ലാം അന്വേഷിച്ചു. കൂട്ടുകാരന്മാരെ വീട്ടിലെല്ലാം പോയി തിരക്കിട്ടും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി. ഞങ്ങൾ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ 9 മണിക്ക് കേസ് കൊടുത്തു. ഞായറാഴ്ച നമുക്കൊരു 4:30 മണിയായപ്പോഴാണ് ചെറിയൊരു വീഡിയോ കിട്ടുന്നത്. കടലിലോട്ട് അങ്ങോട്ട് പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ കിട്ടും. ആ വർക്ക്ഷോപ്പിൽ അയാൾ നമുക്ക് ആ വീഡിയോ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ആ വീഡിയോയ്ക്കകത്ത് നമ്മളെ മോനുള്ളതായിട്ട് നമുക്ക് കണ്ട് നമ്മൾ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ നമ്മളെ മോൻ്റെ ഡ്രസ്സും സൈക്കിളും വാച്ചും ചെരുപ്പും എല്ലാം ഇരിപ്പുണ്ട്. അന്നേരം കുട്ടികൾക്ക് പറയാൻ ഞങ്ങൾക്ക് പേടി കാരണമാണ് ഞങ്ങൾ പറയാതിരുന്നതെന്നാണ് പറയുന്നത്. തെരച്ചിലൊന്നും നടത്തിയില്ല. പിന്നെ അന്ന് തെരച്ചിൽ നടത്തിയില്ല. ഇത് അറിഞ്ഞതിന് ശേഷം അവർ തിങ്കളാഴ്ച 4 മണിക്ക് വന്ന് കൊച്ചിയിൽ നിന്ന് നേവിക്കാർ വന്ന് ചൊവ്വാഴ്ച രാവിലെ ഇറങ്ങി ഒരു 3 മണിയായപ്പോഴത്തേക്ക് അന്വേഷണം അവർ ക്യാമറയൊക്കെ ആയിട്ട് നോക്കിയെന്ന് പറഞ്ഞു. നിർത്തിയിട്ട് പറഞ്ഞ് ഇല്ല, ഇവിടെ ഒന്നുമില്ല പയ്യൻ എന്ന് പറഞ്ഞ് ആ കല്ലിൻ്റെ അടുത്തും എല്ലാം പാറയ്ക്കകത്തൊക്കെ എല്ലാം നോക്കി ഒരു ക്യാമറ ആയിട്ട് നമ്മൾ ചതിച്ചതാണെന്നാണ് ഇപ്പോൾ എനിക്ക് ഭൂരിപക്ഷം എനിക്ക് ഉറപ്പ് വരുന്നത്. എൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവന്മാർ പറഞ്ഞില്ല. തൊട്ടടുത്ത് വീടുണ്ടായിരുന്നു. അവന്മാർ 4 പേരും കൂടെ അങ്ങോട്ട് 4 ദിശയിലോട്ട് ഓടി പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഓടി വരും. ഓടി വന്ന് കുഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും ഈ ഓരോ ആളുകൾ ഇങ്ങനെ കടലിൽ പോയി എന്ന് കേൾക്കുമ്പോൾ പോരല്ലോ. എനിക്ക് അമ്മയ്ക്ക് വളരെ പ്രാർത്ഥന മോനെ. ഇപ്പോഴും ഒരു മോൻ്റെ കാര്യം കേട്ടപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. ആ മോനെ ആ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണേ. അവൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ കൊച്ചിനെ ഓർത്തിട്ട് മാത്രമില്ലെങ്കിൽ ഞാൻ എന്നെ പോയേനെ. ആ പിള്ളേർ പറഞ്ഞില്ല. ആ പിള്ളേർ കാലയിൽ വീട് ഞാൻ ചോദിച്ചു, മകളെ പാറയിടാൻ നിങ്ങൾക്കൊന്നും വരത്തില്ല. പക്ഷെ ഇങ്ങനെ കടലിൽ പോയെന്ന് എനിക്കറിയത്തില്ല മോനെ. അവൻ അങ്ങനെ പോയി. മരിക്കുന്നവരെ മകൻ വരും എന്നുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ്. ഇതുവരെയും കാത്തിരിക്കുകയാണ്, ഇനിയും കാത്തിരിക്കും. ഞങ്ങൾ 2 പേരും മരണം വരെയും ഞങ്ങൾ കാത്തിരിക്കും. എൻ്റെ മോൻ വരും എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ്. മകനെ കാത്ത് ഈ അച്ഛനും അമ്മയും ഇരവിപുരത്തെ ഈ വീട്ടിൽ തന്നെയുണ്ട്. ആ മകൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്ന ആ പ്രതീക്ഷയാണ് ഇവരെ ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.